നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആൾ എന്തുകൊണ്ടാണ് റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെച്ചത്, ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നെനിക്ക് ഇതൊരു റിക്വസ്റ്റ് വന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അതാണ് ഞാൻ റീഡിങ് എടുക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ റീഡിങ്സ് എടുക്കണമെന്ന് ആഗ്രഹമുള്ളത്, ജനറൽ റീഡിങ്ങിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ആണെങ്കിൽ ഞാനത് റീഡിങ് എടുത്ത് തരാം കേട്ടോ. പിന്നെ എല്ലാവർക്കും ഏത് ജനറൽ റീഡിങ് ആണെങ്കിലും എല്ലാവർക്കും റെസണേറ്റ് ചെയ്യണമെന്നില്ല, ചില കാര്യങ്ങൾ മാത്രമേ റെസണേറ്റ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഫോഴ്സ് ചെയ്ത് റെസണേറ്റ് ചെയ്യിപ്പിക്കാൻ നോക്കരുത്. പിന്നെ ആക്യുറേറ്റ് റീഡിങ്, കറക്റ്റായിട്ട് നിങ്ങളുടെ പേഴ്സണലായിട്ട് റീഡിങ് വേണമെന്നുള്ളവർ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ആ ഒരു ഇതിലാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണലായിട്ട് റീഡിങ് വേണമെന്ന് ആഗ്രഹമുള്ളവർ എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് പേഴ്സണൽ റീഡിങ് എടുക്കാം, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിന് ഞാൻ 3 ജപമാലകളാണ് എടുത്തേക്കുന്നത്. 108 മുത്തുകളുള്ള ആണിത് 3 കേട്ടോ. അപ്പോൾ ഇത് 3 ജപമാലകളും ഞാൻ റീഡിങ്ങിനായിട്ട് യൂസ് ചെയ്യാൻ പോവാണ് കുറച്ച് നാളത്തേക്ക്. എനിക്കൊരു കൂടുതലൊരു എനർജി കിട്ടുന്നുണ്ട് ഇതിന്. അപ്പോൾ ആദ്യത്തെ ജപമാല തുളസി മാലയാണ്. ഇതാണ് 1ാമത്തെ ജപമാല. ഇത് 2ാമത്തെ ജപമാലയാണ്. സിൽവറും ഓറഞ്ച് കളറിലെ മുത്താണെന്ന് തോന്നുന്നു, അറിയില്ല എനിക്ക്. അപ്പോൾ ഇതും 2ാമത്തെ ജപമാല. 3ാമത്തെ ജപമാല രുദ്രാക്ഷമാണ് കേട്ടോ. ഇത് 3 ജപമാലകളാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ജപമാല തുളസി മാല കൊണ്ടിട്ടുള്ള എടുത്തവർക്കായിട്ടുള്ള റീഡിങ്ങിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും റെസണേറ്റ് ചെയ്യണമെന്നില്ല, റെസണേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കും. ഞാൻ ഇതെല്ലാ റീഡിങ്ങിലും, ചില റീഡിങ്ങിലും മറന്നു പോവുകയാണെങ്കിൽ തന്നെ ഇതാണ് ഉദ്ദേശം കേട്ടോ. അത് നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ ഈ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആൾ എന്തുകൊണ്ടാണ് റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെച്ചത്, ഇതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് ഓറക്കൽ മെസ്സേജ് നോക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് കാരണം, അയാൾ വേണ്ടാന്ന് വയ്ക്കാൻ കാരണം എന്താണ്. 2ാമത്തെ കാര്യം ഇപ്പോൾ കറൻ്റ്ലി അയാൾക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്. 3ാമത്തത് നിങ്ങളുടെ ഫീലിങ്സ് അനുസരിച്ച് ആ പേഴ്സൺ നിങ്ങളോട് ഫീലിങ്സ് ഉണ്ടെങ്കിൽ ഇനി എന്ത് ആക്ഷനാണ് എടുക്കുക, ഫീലിങ്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് കിട്ടുക, ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ തുളസി മാല എടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ്. വാതിലൊന്നും അടച്ചിരിക്കട്ടെ, ജനലേ, സോറി, ഭയങ്കര സോറി കേട്ടോ. അപ്പോൾ റീഡിങ്ങിലേക്ക് പോവാം. 2ാമത്തെ ഷഫിൾ ചെയ്യാൻ തുടങ്ങുകയാണ്. തുളസി മാല 1ാമത്തെ ജപമാല സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കൽ മെസ്സേജാണ് നമ്മൾ നോക്കുന്നത്. ഒരു കാർഡ് മറിഞ്ഞിട്ടുണ്ട്, ഓവർ ബേർഡൻ. അപ്പോൾ ഈ കാർഡ് സെലക്ട് ചെയ്തവർ, ഈ ജപമാല സെലക്ട് ചെയ്തവർ ഓവർ ബേർഡൻഡ് ആണ്. ഓവർ ബേർഡൻ നമ്മൾ എപ്പോഴാണ് വരുന്നത്, നമുക്കൊരു കപ്പാസിറ്റി ഉണ്ട്. 24 മണിക്കൂറിൽ നമുക്ക് ചെയ്തു തീർക്കാവുന്ന കാര്യങ്ങൾ, അത് 25 മണിക്കൂർ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ 24 മണിക്കൂറിൽ ചെയ്തു തീർക്കാമെന്ന് ഒരാൾക്ക് വാക്ക് കൊടുക്കുമ്പോൾ അത് ഓവർ ബേർഡൻ ആണ്. കാരണം സമയപരിധി ഉണ്ട്, അതിനുള്ളിൽ തീർക്കാനുള്ള കാര്യം, അതിൽ കൂടുതൽ കാര്യങ്ങളാണ് നമ്മൾ എടുത്തത്. അതുപോലെയാണ് ചിലർ. അപ്പോൾ എപ്പോഴും
പറ്റില്ല എന്ന് പറയുന്നത് വളരെ പൊളൈറ്റായിട്ട് പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞ ആ വാക്കിൽ ഉറച്ചു നിൽക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും എന്ന് പറയുമ്പോഴാണ് നിങ്ങൾക്ക് ബേർഡൻ കൂടുന്നത്. അതാണ്. അപ്പോൾ നിങ്ങൾ നോ പറയേണ്ട സമയത്ത് നോ പറയാനായിട്ടുള്ള ധൈര്യം സംഭരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഓവർ ബേർഡൻഡ് ആയ ചെയ്യാൻ പറ്റുന്നതിൽ കൂടുതൽ കാര്യങ്ങളെടുത്ത് തലയിൽ വെച്ചേക്കുന്ന കുറച്ച് പേരാണ് തുളസിമാല സെലക്ട് ചെയ്തത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജിപ്സി ഓറക്കിളിൽ നമുക്ക് എന്ത് മെസ്സേജാണ് കിട്ടുന്നത് നോക്കാം. ജിപ്സി ഓറക്കിൾ മെസ്സേജിൽ നിങ്ങൾക്ക് എന്ത് മെസ്സേജസ് ആണ് കിട്ടുന്നത്? ഒരു കാർഡാണ് വന്നത്. തോട്ട്സ്, ഓവർ തിങ്കിങ്, ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് കാട് കയറുന്ന കുറച്ച് പേരാണ്. ഞാനിപ്പോൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ തെറ്റിദ്ധരിച്ചാലോ അവർക്ക്, അല്ലെങ്കിൽ എൻ്റെ കഴിവിനെ അവർ ചോദ്യം ചെയ്താലോ, എനിക്ക് കപ്പാസിറ്റി ഇല്ല, ചെയ്യാനുള്ള കഴിവില്ല, അറിവില്ല എന്ന് വിചാരിക്കില്ലേ? അതുകൊണ്ട് ഞാൻ നോ പറയില്ല, ഞാൻ എല്ലാ കാര്യവും യെസ് യെസ് പറഞ്ഞ് അവസാനം ഞാൻ ആ നോവിൽ എത്തിച്ചു തീർക്കും എന്ന് വിചാരിക്കുന്ന കുറച്ച് പേരുണ്ട് കേട്ടോ. കാഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞിരിക്കുന്നുണ്ട്, എന്താ പരിപാടി മനസ്സിലായില്ല. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ ഭഗവാനെ, അപ്പോൾ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കാവുന്നതാണ്, എന്തുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പ് ഇവർ വേണ്ട എന്ന് വെച്ചത്? 6 of Pentacles അപ്രൈറ്റ് കണ്ടു. അപ്പോൾ ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, തേർഡ് പാർട്ടി ചിലപ്പോൾ ജോലിയാവാം, വീട്ടുകാരോടുള്ള ബന്ധമാവാം, മനസ്സിലായോ? വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്ത ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാനുള്ള ധൈര്യമില്ലായ്മയാകാം കാരണം. എന്നാലും നമ്മൾ ചോദിക്കുകയാണ് ഭഗവാൻ, അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരെ ഈ റിലേഷൻഷിപ്പ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെച്ചത്? എന്തുകൊണ്ടാണ് ഇവർ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെച്ചത്? ഓക്കെ, എന്തുകൊണ്ടാണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെച്ചത്? 7 of Pentacles റിവേഴ്സ് ആണ്. ഇവർക്ക് ക്ഷമയില്ലാത്തവരാണ്. എന്ന് വെച്ചാൽ മറ്റന്നാൾ കിട്ടേണ്ട കാര്യങ്ങൾ റിസൾട്ട്സ് ഇന്നലെ കിട്ടണം എന്ന് വിചാരിക്കുന്ന. ഇത് അപ്രൈറ്റ് വന്നാൽ വളരെ ക്ഷമയോടെ വിത്ത് പാകിയിട്ട് അത് ചെടിയായി വിത്തായി പിന്നെ ഫ്രൂട്ടായി വരാൻ കാത്തിരിക്കുന്ന അങ്ങനത്തെ ഒരാൾ. പക്ഷേ ഇത് റിവേഴ്സ് വന്നു കഴിഞ്ഞാൽ ഒട്ടും ക്ഷമയില്ല. വിത്തിട്ട ഉടനെ പിറ്റേ ദിവസം മുളച്ച് അത് ഫ്രൂട്ട്സ് ആവണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ കുറച്ച് സ്ലോ ആയിട്ട് ഡിസിഷൻ എടുക്കുന്ന ആളായിരിക്കണം. അപ്പോൾ ഈ പേഴ്സണ് അത്രയും സമയം വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഇന്നറിയണം കാര്യം എന്ന് ശാഠ്യം പിടിക്കുന്ന ഒരാളായിരിക്കാം ഈ എനർജി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നോക്കാം, നമ്മളൊന്ന് ക്ലാരിഫൈ. അപ്പോൾ ഇതാണ് എനർജി. അതുപോലെ ഈ പേഴ്സണ് ലോങ് ടേം പ്ലാൻ ഒന്നുമില്ല, മനസ്സിലായി? നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മളൊരു കാര്യം നേടുന്നതും വെറുതെ മറ്റുള്ളവർക്ക് നമ്മൾക്ക് വെച്ച് നീട്ടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതാണ് ഫ്രീ ആയി കിട്ടുന്ന സാധനങ്ങൾക്ക് നമ്മൾ വില കൽപ്പിക്കാറില്ല. ഫ്രീ അല്ലേ എന്ന് വെച്ചാൽ ഡിസ്കൗണ്ട് സെയിലല്ല, നമ്മൾ കടയിൽ പോകുമ്പോൾ ഒരു സാധനത്തിന് ഒരു സാധനം ഫ്രീ ആയിട്ട് കിട്ടുന്നു, നമ്മൾക്കത് ഓക്കെ, നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ച ആ സാധനത്തിന് വിലയുണ്ട്. ഈ ഫ്രീ ആയി കിട്ടുന്ന സാധനത്തിന് നമുക്ക് അത്രയും വിലയില്ല, കാരണം അത് ഫ്രീ ആയിട്ട് വെറുതെ കിട്ടിയല്ലേ. അതാണ് വ്യത്യാസം. റിലേഷൻഷിപ്പ് ആണെങ്കിലും എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും നമ്മൾ കഠിനാധ്വാനം ചെയ്തിട്ട് ആ ഒരു റിസൾട്ട് കിട്ടുമ്പോഴുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ അതിനോടുള്ള ഒരു റെസ്പെക്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനത്തിനോട് ഉണ്ടാവില്ല. അപ്പോൾ ഈ പേഴ്സൺ അങ്ങനെ അറിയാത്ത, അതിനെക്കുറിച്ച് വിവരമില്ലാത്ത, ചിലപ്പോൾ അധികം ജ്ഞാനമില്ലാത്ത ഒരാളായിരിക്കാം. അതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുപോലെ തന്നെ ലോങ് ടേം പ്ലാൻ ഒന്നുമില്ല പേഴ്സണ്. ഓക്കെ, എനിക്ക് ഇത്രയൊക്കെ മതി എന്ന് പറയുന്ന ചിലരല്ലേ, 10 രൂപയെങ്കിൽ 10 രൂപ അത് മതി എന്ന് വിചാരിക്കുന്ന ചിലരുണ്ട്. അങ്ങനത്തെ ഒരു എനർജിയാണ്. അതുപോലെ തന്നെ റിസൾട്ട് വേണമെന്നില്ല, പോണത് പോലെ പോട്ടെ തൽക്കാലത്തേക്ക് എന്നൊരു ചിന്തയാണ്. ഇത് ലോങ് ടേം പ്ലാൻ ഇല്ലാത്ത ഒരു എനർജിയാണ്. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഇത് എന്താണ് 7 of Pentacles റിവേഴ്സ് വന്നിരിക്കുന്നത്? 9 of Cups അപ്രൈറ്റ് ആണ്.
ത്രീ ഓഫ് ഈ പേഴ്സണ് നിങ്ങളെ ഭയങ്കരമായ ഇഷ്ടമാണ് കേട്ടോ. വർഷങ്ങളായിട്ട് നിങ്ങളോട് അട്രാക്ഷൻ ഉള്ള ഒരാളാണ്. പക്ഷേ വെയിറ്റ് ചെയ്യാൻ മടിയാണ്. ത്രീ ഓഫ് വാൻസ് റിവേഴ്സാണ് വന്നേക്കുന്നത്. വെയിറ്റ് ചെയ്യാൻ മടിയായിരുന്നു എന്ന് വെച്ചാൽ ഇതിലിപ്പോൾ എന്താണ്, എനിക്കിഷ്ടമാണ്, ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു, യെസ് പറഞ്ഞാൽ പോരെ, ഇത്ര ആലോചിക്കാൻ എന്താ ഉള്ളത് എന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയാണിത്. അപ്പം നിങ്ങൾ സമയം ചോദിച്ചിട്ടുണ്ടാകും, അത് ഈ പേഴ്സൺ ഇഷ്ടപ്പെട്ടില്ല, മനസ്സിലായി, ഇൻസൾട്ടായിട്ട് ഫീൽ എന്തോ ചെയ്തിട്ട്, അതുകൊണ്ടാണ് ഈ പേഴ്സൻ്റെ എനർജി ഇതാണ് പേഴ്സൺ ഒഴിഞ്ഞു പോകാൻ കാരണം. അപ്പോൾ നമ്മൾക്ക് ഈ പേഴ്സൺ ഇതിപ്പോൾ ഇതിനകത്തൊരു എല്ലാം സിമ്പിളായ കാർഡ്സാണ് വന്നിരിക്കുന്നത്, ഒരു മേജർ അർക്കാനോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതിനർത്ഥം ഈ പേഴ്സൺ ലൈഫിന് അത്ര സീരിയസ് ആയിട്ട് കാണാത്ത ഒരാളാണ്. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി എന്ന് പറഞ്ഞ് എന്താ പറയുക, ഒരു ബെറ്റ് കളിക്കുന്ന ഒരാളല്ലേ. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, ആ ഒരു എനർജിയാണത് നിങ്ങളുടെ പേഴ്സൺ കേട്ടോ. അപ്പോൾ കിട്ടണം എന്ന് വെച്ചിട്ടല്ല, കിട്ടിയില്ലെങ്കിൽ വേണ്ട, കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു മൈൻഡാണ്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് റിലേഷൻഷിപ്പിലെ സീരിയസ്നെസ് മനസ്സിലാവില്ല. ഓക്കെ, ഡെവിൾ റിവേഴ്സ് വന്നേക്കുന്നുണ്ട്, എൻഡ് ഓഫ് ഡേക്ക് എന്തെങ്കിലും ആവട്ടെ. അപ്പം നമുക്ക് ഈ പേഴ്സണ് ഇപ്പോൾ ഈ കറൻ്റ്ലി നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കറൻ്റ്ലി നിങ്ങളോട് ഈ പേഴ്സണുള്ള ഫീലിങ്സ് എന്താണ്? ത്രീ ഓഫ് കപ്സ് റിവേഴ്സ് ആണ്. ഒരു റീകൺസിലിയേഷനോ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാനോ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഒരു പേജ് ഓഫ് കപ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്, അപ്രൈറ്റ് ആണ് വന്നിരിക്കുന്നത്. ഈ പേഴ്സൺ ക്യൂറിയസ് ആണ്, അഡ്വെഞ്ചറസ് ആണ്, എല്ലാ ഗോസിപ്പ് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. മീൻസ് എന്താ പറയുക, ഡിസ്കഷൻ, ഒരു എന്താ പറയുക, എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് അതിൽ നിന്നുള്ള റിസൾട്ട് എന്താണ് എന്നൊക്കെ നോക്കുന്ന ഒരു ടൈപ്പ് ഒരാളാണ്. മറ്റുള്ളവരോട് ഫ്രീ ആയിട്ട് പ്രൈവറ്റ് കാര്യം പോലും ഡിസ്കസ് ചെയ്യുന്ന ഒരു എനർജിയാണിത്. വളരെ സില്ലി ആയ, വളരെ ഇമ്മച്യൂർഡ് ആയ ഒരു എനർജിയാണ്. അതുപോലെ തന്നെ ഈ പേഴ്സൺ എന്താ പറയുക, ഇതിപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് പറഞ്ഞാൽ ഇത് ഫീലിങ്സ് ഒന്നുമില്ല, നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല, അതാണ് രസം. ദേഷ്യമില്ല എന്ന് പറഞ്ഞാൽ ഈ പേഴ്സൺ നിങ്ങൾ അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. കണ്ടപ്പോൾ ഇഷ്ടം തോന്നി, ഓക്കെ, പരിചയപ്പെട്ടു, അത് പ്രപ്പോസ് ചെയ്തു, വേണ്ടാന്ന് പറഞ്ഞു, ഓക്കെ, അങ്ങനത്തെ ഒരു ഇത്. വേണ്ടാന്നല്ല, എനിക്ക് കുറച്ച് സമയം വേണം. അപ്പോൾ നിങ്ങൾ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരാളാണ്. ഈ പേഴ്സൺ ഒട്ടും സീരിയസ് ആയിട്ട് കാര്യങ്ങൾ എടുക്കാത്ത ഒരാളാണ്. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സണോട് എനിക്ക് ആലോചിക്കാൻ സമയം വേണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇതിൻ്റെ വരുംവരായികകൾ നിങ്ങളുടെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടുമോ എല്ലാ കാര്യവും ആലോചിച്ച്, കാരണം വളരെ സീരിയസ് ആയ ഒരു സിറ്റുവേഷനാണ്. ഈ പേഴ്സൺ അതിൻ്റെ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. കാരണം ഈ പേഴ്സൺ ഫ്യൂച്ചറിന് വേണ്ടി പ്ലാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അതിൻ്റെ സീരിയസ്നെസ് ആ പേഴ്സണ് മനസ്സിലാവാഞ്ഞത്. അപ്പം നിങ്ങളാണ് ഇവിടെ ഓവർ തിങ്ക് ചെയ്തിട്ട് നോ പറയേണ്ട സമയത്ത് നോ പറയാതെ നിങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഗിൽറ്റി കോൺഷ്യസ് ആയിരിക്കും. കാരണം ഞാൻ നോ പറഞ്ഞ ആ പേഴ്സണോട് അപ്പം യെസ് പറയാതിരുന്നുകൊണ്ടല്ലേ ആ പേഴ്സൺ പോയത്. അപ്പം നിങ്ങൾക്ക് ചില സമയത്ത് നമ്മൾ സ്നേഹിക്കുന്നത് കൊണ്ടല്ല ചിലർ സ്നേഹിക്കുന്നത്. ചിലപ്പോൾ ഗിൽറ്റി കോൺഷ്യസ് ആവും. ഗിൽറ്റി കോൺഷ്യസ്, അയ്യോ അവർ തെറ്റായിപ്പോയി, ഇനിയിപ്പോൾ ചോദിക്കുകയാണെങ്കിൽ യെസ് പറയാം എന്നൊരു മൈൻഡ് സെറ്റിലാണ് നിങ്ങളിപ്പോൾ. അല്ലാതെ ഈ പേഴ്സണോട് സ്നേഹം ഉണ്ടായിട്ടല്ല. ഇതൊരു ആ പേഴ്സണോട് ചെയ്ത തെറ്റായിപ്പോയി, കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യണം, വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ യെസ് പറയായിരുന്നു എന്ന്. അപ്പം നിങ്ങൾ ഒരു സിറ്റുവേഷനെ കുറിച്ച് നിങ്ങളും ചിന്തിച്ചിട്ടില്ല. നിങ്ങളുടെ വിവാഹത്തെക്കുറിച്ചോ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചോ ഒന്നും നിങ്ങളും ചിന്തിച്ചിട്ടില്ല, മനസ്സിലായോ? അതുകൊണ്ട് പെട്ടെന്നൊരു ചോദ്യം വന്നപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാതെ അടിപതറിയപ്പോൾ നിങ്ങളൊരു ആലോചിക്കട്ടെ എന്ന് പറഞ്ഞതാണ്. പക്ഷെ പിന്നെ ആ പേഴ്സൺ പോയി കഴിഞ്ഞപ്പോൾ റിലേഷൻഷിപ്പും പോയി. അപ്പോൾ ആ പേഴ്സണായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ടുള്ള ഒരു ഗിൽറ്റി കോൺഷ്യസിലാണ് നിങ്ങളിപ്പോൾ, അല്ലാതെ സ്നേഹം കൊണ്ടല്ല, മനസ്സിലായി? അതുകൊണ്ടാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പേഴ്സൺ പോയത്. കാരണം ഇങ്ങനെ പറഞ്ഞു, ഞാൻ ചോദിക്കാൻ ആലോചിക്കാൻ സമയം ചോദിച്ചു, പക്ഷേ ആ പേഴ്സൺ പിന്നെ മിണ്ടുന്നില്ല, ഇഗ്നോർ ചെയ്തു, ബ്ലോക്ക് ചെയ്തു, ആകെ ബഹളം, മനസ്സിലായി? ഇതാണ് നിങ്ങൾ റീഡിങ്ങിന് വരാൻ കാര്യം. അപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ പേഴ്സണോട് കൊള്ളായിരുന്നല്ലേ, നല്ല കാര്യമായിരുന്നു, അറിയായിരുന്നു എന്നൊരു ചിന്തകളുകൊണ്ടാണ് റീഡിങ് അത് മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നത്. അല്ലാതെ നിങ്ങൾ തെറ്റിദ്ധരിക്കുകയാണ് ഇത് നിങ്ങൾക്ക് അയാളോട് സ്നേഹമാണെന്ന്, ആ സ്ത്രീയോട് പുരുഷനോടും, മനസ്സിലായോ? നിങ്ങൾക്ക് സ്നേഹമല്ല, നിങ്ങൾക്കൊരു ഗിൽറ്റി കോൺഷ്യസ് ആണ്, പക്ഷേ പറയായിരുന്നു എന്നൊരു ചിന്ത. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ ഭയങ്കര എന്ന് വെച്ചാൽ ഈ പേഴ്സൺ ഇതിനെക്കുറിച്ച് ഗിൽറ്റി കോൺഷ്യസോ നിങ്ങൾ ആൻസർ പറഞ്ഞില്ല എന്നതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷനോ ഒന്നുമില്ല. ഈ പേഴ്സൺ ആ പേഴ്സണിൻ്റെ ജീവിതം ജീവിക്കുകയാണ്, മനസ്സിലായി? സില്ലിയാണ് ഈ പേഴ്സൺ. മറ്റുള്ളവരോട് എല്ലാവരോടും ഫ്രണ്ട്ഷിപ്പാണ്, ഇത് ഫ്രണ്ട്ഷിപ്പാണ്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഓവറാണ്, നല്ലോണം എൻജോയ് ചെയ്യുന്ന, പാർട്ടിയിലൊക്കെ പോയിട്ട് എല്ലാ ആഴ്ചയും അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഒരു എനർജിയാണ് ഈ പേഴ്സണിൻ്റെ എനർജി. അതുപോലെ തന്നെ നിങ്ങളോടധികം ഫീലിങ്സ് ഒന്നുമില്ല എന്ന് വെച്ചാൽ ഓക്കെ, നിങ്ങൾ എന്തുകൊണ്ടാണ് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞതിനെ കുറിച്ചിട്ട് ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. പക്ഷെ അതത്ര വലിയ സീരിയസ് ആയിട്ട് ഈ പേഴ്സൺ എഫക്റ്റ് ചെയ്യുന്നില്ല. ഈ പേഴ്സൺ ആ ബേർഡൻ വിട്ടു,
മനസ്സിലായി? ഇതാണ് 10 of wands റിവേഴ്സ് ആണ്. ഈ സിറ്റുവേഷൻ ഒരു ബേർഡൻ ആയിട്ട് നിങ്ങൾക്കാണ്, ഈ പേഴ്സൺ ഇല്ല. ഈ പേഴ്സൺ ആ സിറ്റുവേഷൻ അപ്പോഴേ വിട്ടു. നിങ്ങൾ പറഞ്ഞു ഇപ്പോൾ സൗകര്യം ഇല്ലാന്ന് ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു, ഓക്കെ ഫൈൻ. പക്ഷെ അത്രയും നേരം വെയിറ്റ് ചെയ്യാൻ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞിട്ട് പോയ ആളാണ്. അപ്പോൾ ഇവിടെ ഒരു ബാലൻസ് കൊണ്ടുവരണം ഈ പേഴ്സൺ. മനസ്സിലായോ? ടെമ്പറൻസ് എന്ന് പറഞ്ഞാൽ ഒരു ബാലൻസ് കൊണ്ടുവരിക എന്നാണ്. മദർ ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ പേഴ്സൺ ഇപ്പം ലൈഫിൽ വേറെ ആരോ ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ ഈ പേഴ്സൺ അൺകണ്ടീഷണൽ ആയിട്ട് ലവ് ചെയ്യുന്ന ആരോ ഉണ്ട് ഈ പേഴ്സണ്. പക്ഷേ ഈ പേഴ്സൺ അവർക്കും സീരിയസ്നെസ് കൊടുക്കുന്നില്ല. അതിലൊരു ഇത് എന്താ പറയുക, ഒരു ബാലൻസ് കൊണ്ടുവരണം ആ സിറ്റുവേഷനിൽ നിന്നുണ്ട് ആഗ്രഹം. പക്ഷേ ഈ പേഴ്സൺ അത്ര സീരിയസ് അല്ലാത്തതുകൊണ്ട്, വളരെ ഇമ്മച്യൂർഡ് എനർജി ആയതുകൊണ്ട് ഈ പേഴ്സൺ അതിനും സീരിയസ് കൊടുക്കുന്നില്ല, വെറുതെ അടിച്ചു പൊളിച്ച് നടക്കുകയാണ്. അപ്പോൾ ഒരു കിങ് ഓഫ് സ്വേർഡ്സിനെ കാണിക്കുന്നുണ്ട് ഇവിടെ. ഈ പേഴ്സണ് 2 ക്യാരക്ടർ ഉണ്ട്. കിങ് ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഹെഡ് കൊണ്ട് ചിന്തിക്കുന്ന, ഹൃദയം കൊണ്ട് ചിന്തിക്കാത്ത, അപ്പോൾ ഇമോഷണലി അത്രയും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ല ഇത്. അതുപോലെ വളരെ ഡയറക്റ്റ് ആയിട്ട് ഡീൽ ചെയ്യുന്നതാണ്. കിട്ടി പോയാൽ പോയി എന്നൊരു മെൻറ്റാലിറ്റിയാണ്. അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുന്ന ഒരു ക്യാരക്ടർ അല്ല. അപ്പോൾ ഈ പേഴ്സണ് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങളല്ലെങ്കിൽ വേറൊരാൾ, അത്രേ ഉള്ളൂ ഈ പേഴ്സണൽ ലൈഫിൽ. അപ്പോൾ ഫൈനൽ കാർഡ് 10 of wands റിവേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇത് 8 of swords കാണിക്കുന്നുണ്ട്. ഈ പേഴ്സൺ ഇവിടെ ഒരു നൈറ്റ് ഓഫ് വാൻസ് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആണ്. കിങ് ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ അക്വേറിയസ്, ലിബ്ര, ജെമിനി ആണ്. അപ്പോൾ ഇത് രണ്ട് എനർജിയും ഈഗോ ഉള്ള എനർജിയാണ്. ഇവർ എയർ സൈൻസ് ആകുമ്പോൾ പോയിന്ന, പക്ഷെ ഇവർക്ക് ഹേർട്ടാവും. ഫയർ സയൻസിന് എപ്പോഴും ഇൻസൾട്ടാണ്. ഒരാൾ നമ്മളെ വേണ്ടാന്ന് വെക്കുക, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് ഒരാൾ അത് ശ്രദ്ധിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇൻസൾട്ടിങ് ആണ്. അപ്പോൾ ഈ പേഴ്സണിൻ്റെ ഉള്ളിൽ ഒരു വടംവലി ഉണ്ട്. അതാണ് ഇവിടെ വളരെ ഇമ്മച്യൂർഡ് എനർജിയാണ്. അതാണ് ഒരു വടംവലി കാണിക്കുന്നത്. ഇവിടെ ഒരു 8 of swords എന്ന് പറഞ്ഞാൽ ഓവർ തിങ്കിങ് ആണ്. മനസ്സിലായി ഈ കാര്യം? അപ്പോൾ ഈ ഒരു നിങ്ങളുടെ സിറ്റുവേഷൻ, ഇവിടെ പേഴ്സണ് പല റിലേഷൻഷിപ്പ് ഉണ്ട്. മനസ്സിലായോ? നിങ്ങളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു, നിങ്ങൾ അപ്പോൾ ചിലർ വേണമെന്ന് പറയും, ചിലർ വേണ്ടാന്ന് പറയും, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ പേഴ്സൺ ഓവർ തിങ്ക് ചെയ്യുന്നത് ഒരു നൈറ്റ് ഓഫ് വാൻസിനെ കുറിച്ചിട്ടില്ല, നൈറ്റ് ഓഫ് വാൻസിനെ കുറിച്ച് പ്ലെയർ എനർജിയാണ്, അഡ്വഞ്ചർ ലവിങ് ആളാണ്. അപ്പോൾ ഇത് ഒരു എന്താ പറയുക, നിങ്ങൾ ഈ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി കിട്ടി പോയാൽ പോയി എന്നുള്ള ചിന്തയുള്ള ഒരാളാണ് കേട്ടോ. അതിനെക്കുറിച്ചിട്ട് ഈ ഓവർ തിങ്കിങ്ങും 10 of wands റിവേഴ്സും കൂടെ കണക്ട് നമ്മൾ ചെയ്യുമ്പോൾ ഈ പേഴ്സൺ ഒരു പ്ലെയർ എനർജിയാണ്. ഈ പേഴ്സൺ ഒരു കാര്യത്തിനെ കുറിച്ചും ഓവർ തിങ്ക് ചെയ്തിട്ട് ടെൻഷൻ അടിക്കുന്ന ആളല്ല എന്നാണ് കാണിക്കുന്നത്. ഇതാണ് ബേസിക്. അപ്പോൾ ഇതിനെ ക്ലാരിഫൈ. അപ്പോൾ ഈ പേഴ്സൺ ഇതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങളുടെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് അവരെന്നെ വേണ്ടാന്ന്, അവരെനിക്ക് ഒരു യെസ് പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്തിട്ട് ടെൻഷൻ അടിക്കുന്നില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ കിട്ടി പോയാൽ പോയി, ആ മെൻറ്റാലിറ്റിയാണ് ഈ പേഴ്സൺ. അപ്പോൾ നിങ്ങളാണ് ടെൻഷൻ അടിക്കുന്നത്, ഈ പേഴ്സൺ ലൈഫ് അടിച്ച് പൊളിച്ച് ജീവിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് നിങ്ങളെ ഓർത്ത് ടെൻഷൻ അടിക്കുന്ന ഒരു എനർജി അല്ല, വേറെ ആരോ ഉണ്ട് ഇവരുടെ ലൈഫിൽ. അപ്പോൾ ഇതല്ല എനർജി, നിങ്ങളോട് അങ്ങനെയല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഗൈഡൻസ് നോക്കാം. നിങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത്, അതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ റിജക്റ്റ് ചെയ്യണമെന്നാണ് കാണിച്ചത് ആ കാർഡ് വീണത്. എന്നാലും ഓക്കെ, നിങ്ങൾക്കുള്ള അഡ്വൈസാണ് ഞാൻ നോക്കുന്നത്. ഒരു ടവർ മൊമെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ, പിന്നെ ഒരു റീകൺസിലിയേഷൻ പോസിബിൾ അല്ല. ഇവിടെ ഒരു കണ്ണിങ് എനർജി കാണിക്കുന്നുണ്ട്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആ പേഴ്സണായിട്ടൊരു മൈൻഡ് ഗെയിംസ്, ഒരു സ്ട്രാറ്റജിക്, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നായിരിക്കും മനസ്സിൽ, എന്നാലും നിങ്ങൾ അങ്ങനെ പെട്ടെന്ന് യെസ് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേഴ്സൺ ഒരു വിലയില്ലാണ്ട്, നമ്മൾ വിചാരിച്ച പോലെ തന്നെ എന്നുവെച്ചാൽ പെട്ടെന്ന് യെസ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്പീക്ക് ഈസി എന്ന് പറയും, പറഞ്ഞാൽ ഉടനെ യെസ് എന്ന് പറഞ്ഞ ആൾക്കാർ, ആ ഒരു എനർജി അവർ തെറ്റിദ്ധരിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ പറയാതിരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് സ്ട്രാറ്റജിക്കായിട്ട് പെരുമാറിയപ്പോൾ ഈ പേഴ്സൺ അപ്പോൾ തന്നെ സ്ഥലം വിടുകയാണ് ചെയ്തത്. അപ്പോൾ അതൊരിക്കലും നന്നായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടേമിലും ഈ റിലേഷൻഷിപ്പ് വർക്ക് ചെയ്യാൻ പോകുന്നില്ല. ഇവിടെ ഒരു 10 of Pentacles റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഇതിനൊരു ഫ്യൂച്ചർ ഇല്ലാത്ത സിറ്റുവേഷൻ ആയിരുന്നു. നിങ്ങൾ ചെയ്തത് ശരിയാണ്. കാരണം ഇവിടെ ഒരു ബിട്രയൽ, ഈ പേഴ്സൻ്റെ സ്വഭാവം അത്ര ശരിയല്ല. മനസ്സിലായി? നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ നമ്മൾ സമയം വേണമെന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യും. നമ്മൾ നോ എന്ന് പറഞ്ഞാൽ ഉടനെ വേറൊരാളുടെ പുറകെ പോകില്ല. നമ്മൾ ആ വെട്ടം എന്ന സിനിമയിൽ ദിലീപ് പറയുന്ന ഒരു ഡയലോഗില്ലേ, ഇവള് പറയും, നവ്യ നായർ പറയും ഇങ്ങനെ, നീ അയാളുടെ പേര് ഞാൻ പറഞ്ഞു, ദിലീപിൻ്റെ എന്താണ് പേരെന്ന് ആ സിനിമയിലൊന്നും മറന്നുപോയി. അപ്പോൾ വേറൊരു എന്നെക്കാളും നല്ലൊരു പെൺകുട്ടിയെ കിട്ടും എന്ന് പറയുമ്പോൾ പറയും,
എനിക്ക് അങ്ങനെ ഒന്ന് കിട്ടിയില്ല എന്ന് വെച്ചാൽ വേറൊരെണ്ണത്തിൻ്റെ പുറകെ പോണ സ്വഭാവമില്ല എന്ന് പറയുന്നത്. അതാണ് ശരിക്കുള്ള സ്നേഹം. കിട്ടിയില്ല, ഓക്കെ, എനിക്കത് ഭയങ്കര ഇഷ്ടമായി, പക്ഷെ കിട്ടിയില്ല എന്നും പറഞ്ഞാൽ അതിനേക്കാളും കുറച്ച് ബെറ്റർ നോക്കണം, അല്ലെങ്കിൽ അതിനോട് താരതമ്യം ചെയ്യുന്ന നോക്കണം. ഒരു സിനിമാ നടനുണ്ട് ഹിന്ദിയിൽ, ഒരു സ്ത്രീയെ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അയാളുടെ കുഴപ്പം കൊണ്ട് തന്നെയാണ്. സ്ത്രീയെ കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ അയാളുടെ സിനിമയിൽ വരണ മുഴുവൻ ആ സ്ത്രീയോട് സാമ്യമുള്ള പല പെണ്ണുങ്ങളെ അയാൾ കൊണ്ടുവന്നു. മനസ്സിലായോ? പക്ഷെ അതൊന്നും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരില്ല. കാരണം ആ ഒരു സ്ത്രീയെ ഒരു ഇഷ്ടമുള്ളത് ആ ഒരു എനർജിയാണ്, ആ പേഴ്സൺ ആണ്, അതൊരു ഇൻഡിവിജ്വൽ ആണ്. അപ്പോൾ അതിനോട് താരതമ്യം ഡ്യൂപ്ലിക്കേറ്റിനെ കൊണ്ടുവന്നിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ ഇവിടെ അതാണ്, ഈ പേഴ്സൺ നിങ്ങൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്താൽ തന്നെ. ഇതിപ്പോൾ ഫ്യൂച്ചറിൽ ഇതൊരു ഗൈഡൻസ്, ഒരു ടവർ മൊമെൻ്റ് ഉണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ, അത് കഴിഞ്ഞിട്ട് ഒരു റീകൺസിലിയേഷനും പോസിബിൾ അല്ലായിരുന്നു. മനസ്സിലായോ? ഭയങ്കര, അപ്പോൾ നിങ്ങൾ ചെയ്തത് ഈ പേഴ്സൺ ഭയങ്കര ബിട്രേ ചെയ്യുന്ന, ഒരു ഗിൽറ്റി കോൺഷ്യസ് ഒന്നും ഇല്ലാത്തൊരു എനർജിയാണ്. ഒരു ഫ്യൂച്ചർ നിങ്ങളായിട്ട് ഈ പേഴ്സൺ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്ത ആക്ഷൻ ശരിയാണ്. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തിട്ട് ഓവർ തിങ്ക് ചെയ്തിട്ട് നിങ്ങൾ വെറുതെ നിങ്ങളുടെ ലൈഫ് കുളവാക്കണ്ട. നിങ്ങൾ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക കേട്ടോ. അതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് കേട്ടോ. അപ്പോൾ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, അക്വേറിയസ്, ലിബ്ര, ജെമിനി, അക്വേറിയസ്, സ്കോർപിയോ, അക്വേറിയസ്, ലിബ്ര, ജെമിനി, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, അക്വേറിയസ്, ലിബ്ര, ജെമിനി, Cancer, Pisces, Scorpio, Sagittarius, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio, Taurus, Virgo, Capricorn. ഇത്രയുമാണ് സോഡിയാക് സൈൻസ്. ചെറുതായിട്ടൊന്ന് കോൾഡ് തട്ടിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ചില സമയത്തൊന്നും തുമ്മിയാലൊക്കെ ക്ഷമിക്കുക. അപ്പോൾ തുളസി മാല, ജപമാല ചൂസ് ചെയ്തവർക്കുള്ള റീഡിംഗ് അവസാനിച്ചു. അടുത്ത റീഡിങ്ങിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ജപമാല. ഇത് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ്. ഇനി നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ ഇരുന്ന ആൾ എന്തുകൊണ്ടാണ് റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ച് പോയത് കേട്ടോ. ഈ നമ്മളുടെ ഈ ഡയമെൻഷനിൽ നമ്മൾ ജീവിക്കുന്ന ഒരു 7 ഡയമെൻഷൻ ഇവിടെ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. ആ ചിലർ പറയുന്നത് നമ്മൾ തന്നെ നമ്മളുടെ പല ഈ പുനർജന്മം എന്ന് പറയില്ലേ, അതുപോലെ പല ജീവിതങ്ങളും ഒരു ഇതിൽ ജീവിക്കാം. ചില സമയത്ത് നമ്മളുടെ കാലിലൊക്കെ തട്ടിപ്പോകുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അത്. കാലിൽ ചിലപ്പോൾ ഒരു സാധനം ഇങ്ങനെ തട്ടിയിട്ട് പോകുന്ന പോലെ, പിന്നെ കട്ടിലയിൽ നമ്മൾ കിടക്കുമ്പോൾ ആരോ വന്ന് അടുത്തിങ്ങനെ ഇരിക്കുന്ന പോലെ, ഇതൊക്കെ തോന്നാറുണ്ടോ നിങ്ങൾക്ക്? ആരുമില്ല റൂമിൽ, മനസ്സിലായോ? വാതിലൊക്കെ അടച്ച് കുറ്റിയിട്ടേക്കാണ്, പക്ഷേ ഇങ്ങനെ കട്ടിലിൽ ആരോ വന്നിരിക്കുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നും ഇവർ 7 ഡയമെൻഷൻസിൻ്റെ കാര്യം പറയുന്നത്. മിനിഞ്ഞാന്ന് ഞാൻ ഇവിടെ കിടക്കുമ്പോൾ ഒരു ഇങ്ങനെ കത്തിയ മണം വന്നു. പാതിരാത്രി ഒരു 3 മണി. ഞാൻ മൊബൈലിൽ നോക്കിയപ്പോൾ 3 മണിയായിരുന്നു. പേടിയായി. എന്നാലും ദൈവത്തിനോട് നീചശക്തികളിൽ നിന്ന് ഒരു തരത്തിലുള്ള അനുഭവം തരല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കിടക്കുകയാണ് ചെയ്തത്. മനസ്സിലായോ? അപ്പോൾ നമ്മളറിയാത്ത പല കാര്യങ്ങളും ഈ ലോകത്ത് നടക്കുന്നുണ്ട്. ഭൈരവ്, ഡിസ്പെല്ലിംഗ് ഫിയർ ആൻഡ് ഓവർകമ്മിങ് അഡ്വേഴ്സിറ്റി. അപ്പോൾ എന്താണ് പറയുന്നത്? നിങ്ങൾക്കുള്ള കാർഡാണ് ടേൺ ടു ലോർഡ് ഭൈരവ് ടു ഡിസ്പെൽ യുവർ ഫിയേഴ്സ്. അപ്പം നിങ്ങളുടെ ഉള്ളിൽ കുറേ ഭയമുണ്ട്. അതിപ്പോൾ ഭൈരവനോട് തന്നെ പ്രാർത്ഥിക്കണം എന്നില്ല, നിങ്ങൾക്ക് വിശ്വാസമുള്ള ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. പ്രൊട്ടക്റ്റ് യുവർ സെൽഫ് ഫ്രം മെയിൽവലന്റ് എനർജി. ഈ കാർഡ് ഇതെന്താ ഇങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം ഞാൻ പറഞ്ഞതിനോട് കണക്റ്റഡ് ആണ്. മെയിൽവലന്റ് എനർജി എന്ന് പറഞ്ഞാൽ ദുഷ്ട ശക്തിയാണത്. ശരി, മെയിൽവലന്റ് എന്ന് പറഞ്ഞാൽ ഗൂഗിളിൽ നോക്കിയാൽ എക്സാക്ട് ഡിക്ഷണറി നോക്കിയാൽ എക്സാക്ട് മീനിങ് കിട്ടും. പക്ഷേ ഇത് നെഗറ്റീവ് എനർജിയാണ്. ആൻഡ് ഓവർകം അഡ്വേഴ്സറീസ്. നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഓവർകം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത്, ആത്മാർത്ഥമായിട്ട് കേട്ടോ. അതാണത് ഇത്. പിന്നെ എനിക്ക് ഈ ഭൂതപ്രേത പിശാചുകളിൽ വിശ്വാസമുണ്ട്. എനിക്കത് പേടിയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ എപ്പോഴും ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് അങ്ങനെയല്ല അവരിൽ നിന്ന് ഒരു തരത്തിലുള്ള അനുഭവം ഉണ്ടാവല്ലേ എന്ന്. കാരണം അവരെങ്ങനെ ഡീൽ ചെയ്യുന്നത് ഒരു പിടുത്തമില്ല ഭഗവാനെ. അപ്പോൾ ഇത് ജിപ്സി ഓറക്കിളാണ്.
ലോഡാണ്. ലോഡ് ചിലപ്പോൾ നിങ്ങളായിരിക്കും ഈ ലോഡ്. ലോഡ് എന്ന് പറഞ്ഞാൽ ഒരു ജന്മി എന്ന് വെച്ചാൽ ഒരു അധിപൻ, ഒരു വീടിൻ്റെ അധിപൻ, ഒരു കമ്പനിയുടെ അധിപൻ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അധിപൻ. ഭർത്താവാകാം, അല്ലെങ്കിൽ അച്ഛനാവാം, ചേട്ടനാവാം, ഒരു വീട്ടുടമസ്ഥനാവാം, ആരുമാവാം, കമ്പനിയുടെ ഓണറാവാം, ആരുമാവാം. അല്ലെങ്കിൽ ഇത് നിങ്ങൾ തന്നെയാണ്, ഒരു ജന്മി, ഭയങ്കര ആർഭാട ജീവിതം നയിക്കുന്ന ഒരു എനർജിയാണിത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സണെ ആയിരിക്കും പേടി. നിങ്ങളുടെ ലൈഫിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു എനർജിയാണ്, ഒരു ആളാണത് ഭഗവാനെ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്തുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെച്ചത് നമുക്ക് നോക്കാം. ഇത് അബാൻഡൻ ചെയ്യുന്ന സിറ്റുവേഷനാണ്, പറയാതെ പോയി കളയുക. കുറച്ച് നാൾ വളരെ ഹാപ്പി ആയിട്ട് റിലേഷൻഷിപ്പിൽ വന്നിട്ട് പെട്ടെന്നൊരു നാൾ മുങ്ങിക്കളഞ്ഞ ഒരാൾ. അതാണ് ഈ നമ്മൾ ഉപേക്ഷിച്ചെന്ന് പറയുമ്പോഴേ നമ്മളോട് പറയാണ്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ റീഡിങ് എടുക്കണ്ടല്ലോ, പറഞ്ഞു ഇങ്ങനെ ഓക്കെ നമ്മൾ തമ്മിൽ ചെയ്യില്ല, അതുകൊണ്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് പോവുകയാണെങ്കിൽ അറിയാം ഒരു ക്ലോഷറായി, അവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇത് ഇവർ ഇട്ടിട്ട് പോവുകയാണ് ചെയ്യുക പറയാതെ. അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ് പാവം. എത്രയോ പേര് കാത്തിരിക്കുന്നുണ്ടാവും എന്നറിയാമോ. അങ്ങനെ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല, ഒട്ടും ശരിയല്ല. അപ്പോൾ റീസൺ എന്തുകൊണ്ടാണ് ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെച്ചിട്ട് പോയത്, റീസൺ എന്താണ്? ഡെത്ത് കാർഡ്. ഇത് ഓക്കെ, ഇത് ഒരു സിറ്റുവേഷൻ അവസാനിച്ചു, ഒരു ട്രാൻസ്ഫോർമേഷൻ ആവാം. അതല്ലെങ്കിൽ ഈ പേഴ്സണ് ചിലപ്പോൾ ഭയങ്കരമായിട്ടുള്ള അസുഖമാണെന്ന് അറിഞ്ഞിട്ട് നിങ്ങളെയും കൂടെ വേദനിപ്പിക്കേണ്ട, നിങ്ങളുടെ ലൈഫിൽ നിന്നാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും എന്ന് വിചാരിച്ച് പോയതാവാം. അങ്ങനെ ഒരു ഡെത്ത് കാർഡാണിത്, സിറ്റുവേഷൻ ആവാം. അതല്ലെങ്കിൽ ഈ പേഴ്സൺ അന്ന് വരെ വിശ്വസിച്ചിരുന്ന കാര്യങ്ങൾ മിഥ്യയാണെന്ന് തോന്നിയപ്പോൾ ആ സിറ്റുവേഷൻ അവിടെ ഉപേക്ഷിച്ചിട്ട് ഒരു ട്രാൻസിഷനിലേക്ക് പോയതാവാം. അല്ലെങ്കിൽ ഈ പേഴ്സൺ സ്പിരിച്വൽ പാത്ത് സ്വീകരിച്ച് പോയ ആളാവാം. മനസ്സിലാവുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന തെറ്റാണ്, ഇപ്പോൾ ഒരു സ്പിരിച്വൽ ഒരാളാണ്, അപ്പോൾ അയാൾ ഈ സിറ്റുവേഷനിലേക്ക് വന്നിട്ട് അയാൾ അബദ്ധത്തിൽ മീൻസ് ചെകുത്താൻ്റെ ഒരു ടെംപ്റ്റേഷൻ നമുക്ക് എല്ലാവർക്കും വരുമല്ലോ. അപ്പോൾ അങ്ങനെ വല്ലതും വന്നിട്ട് പിന്നെ തിരിച്ചറിവായപ്പോൾ അയ്യോ ഞാൻ ചെയ്യുന്നത് ശരിയാണ്, പക്ഷെ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളായിട്ടൊരു തർക്കമാകും. അതുകൊണ്ട് തന്നെ പിന്നെ നിങ്ങൾ ചോദിക്കും എങ്ങനെയാണെങ്കിലും നിങ്ങൾ എന്തിനാണ് എനിക്ക് മോഹം തന്നതെന്ന് ചോദിച്ചാൽ പറയാൻ വാക്കുകളില്ല. അപ്പോൾ അതുകൊണ്ട് മിണ്ടാതെ ഇറങ്ങിപ്പോയതാവാം. ഒരു സിറ്റുവേഷൻ അവസാനിപ്പിച്ച് പോയ ആളാണ് കേട്ടോ. നോക്കട്ടെ, ക്ലാരിഫിക്കേഷൻ. അബാൻഡൻ ചെയ്തതാണ്, യെസ്. പറയാതെ പോയ ആളാണ്. ഇവിടെ ആരൊക്കെയോ ഈ പേഴ്സണെ സ്പൈ ചെയ്യുന്നുണ്ട്. ഇപ്പം ഒരു മഠത്തിലെ ആള് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ദൈവിക കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഒരാൾ വഴി തെറ്റിയാൽ എല്ലാവരും ശ്രദ്ധിക്കും അല്ലേ? അപ്പം അങ്ങനെ എന്തോ ഈ പേഴ്സണും അതുപോലെ ഒന്ന് തെറ്റിയപ്പോൾ ഒരു ടെംപ്റ്റേഷനിൽ വീണപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങി. അത് പിന്നെ വലിയ പ്രശ്നമാകുമെന്ന് പറഞ്ഞപ്പോൾ ഒഴിഞ്ഞു പോയ ഒരു എനർജിയാണ് ഈ കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, അത് നിങ്ങൾക്ക് ആ സിറ്റുവേഷനിൽ കൂടെ പോകുന്ന ആൾക്കാർക്ക് ഞാൻ എന്താ പറയുന്നതെന്ന് മനസ്സിലാകും. ഇത് സ്കോർപിയോ എനർജിയാണ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, അക്വേറിയസ്, ലിബ്ര, ജെമിനി. അപ്പോൾ ഈ പേഴ്സൺ ആരോ സ്പൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫ്യൂച്ചറിനെ തന്നെ ബാധിക്കുമെന്ന് അറിഞ്ഞത് കൊണ്ടാണ് മിണ്ടാതെ പറയാതെ പോയി കളഞ്ഞത്. ചിലപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾ പറഞ്ഞോളാം, നീ പറയണ്ട, പൊക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടാവാം. എന്തായാലും അപ്പോൾ നമുക്കിനി ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? നമ്മൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ചെന്ന് കയറുമ്പോൾ നമ്മളെപ്പോഴും മനസ്സിൽ വെക്കേണ്ട കാര്യം ഇത് നടക്കാതിരിക്കാം അല്ലേ? അങ്ങനെ ഒരു ബോധം നമ്മളുടെ മനസ്സിൽ എപ്പോഴും വേണം. എപ്പോൾ വേണമെങ്കിലും പോവാം, കണ്ണടച്ച് നമ്മൾ ഇരുട്ടാക്കരുത് അങ്ങനത്തെ സിറ്റുവേഷൻ. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നത്. ഈ പേഴ്സണ് നിങ്ങളെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഈ പേഴ്സൺ ഒരു എന്നുവെച്ചാൽ റിലിജിയനോട് വളരെ അടുത്ത ബന്ധമുള്ള ഇതൊരു കന്യാസ്ത്രീ പോലെയാണ്. മനസ്സിലായോ? പോപ്പിൻ്റെ മീൻസ് ഒരു ഹെയറോഫാനും ഹൈ പ്രീസ്റ്റസും, ഇവർ രണ്ടും മതത്തിൻ്റെ അഗാധമായിട്ട് മതം പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ മതത്തിനോട് വളരെ അടുത്ത് ഇടപെടുന്ന ദൈവദാസികളാണ്, ദാസന്മാരാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ അപ്പോൾ ഇവിടെ ഒരു ഇൻസെക്യൂരിറ്റി വന്നു പേഴ്സണ്. മനസ്സിലായ? പേഴ്സൺ ഒന്ന് വഴി തെറ്റിപ്പോയതാണ്, എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ പതുക്കെ ഒന്ന് കാലിടറിയതാണ് നിങ്ങളിലേക്ക് വന്ന് ചെന്നത്. മനസ്സിലായോ? പിന്നെ ആ പേഴ്സൺ
നിങ്ങൾ അത് ഇടയ്ക്ക് വെച്ച് നിങ്ങളോട് സ്നേഹമില്ലാതിരുന്ന ആളല്ല, നിങ്ങൾ അഗാധമായി സ്നേഹിച്ച ആളാണ്. അപ്പോൾ പക്ഷേ ഇവരുടെ ഇതിൽ അത് പാടില്ല എന്നറിയുന്ന ഒരാളാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കപ്പെട്ടു. പിന്നെ അതൊരു വലിയ പ്രശ്നത്തിലേക്ക് പോകും. നിങ്ങളും പ്രശ്നത്തിലാവും, പേഴ്സണും പ്രശ്നത്തിലാവും. പിന്നെ ദൈവിക കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ പിഴവ് വരാൻ പാടില്ല എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെ വിവാഹം കഴിക്കണം എന്ന് വിചാരിച്ച ഒരാളാണ്. നിങ്ങളുമായിട്ടൊരു പ്ലാൻ ചെയ്തതാണ് വിവാഹം. അത് നിങ്ങൾക്കും അറിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കല്യാണം കഴിക്കാം, അങ്ങനെ അതിൽ നിന്ന് വിട്ടു പോരാം എന്നൊക്കെ തീരുമാനിച്ചിട്ടായിരിക്കും ഈ പേഴ്സൺ പോയത്. കാരണം ഒരു വഴിയില്ലാത്തതുകൊണ്ട് പോയതാണ്. അപ്പോൾ നിങ്ങളെ ചതിച്ചിട്ട് പോയതല്ല, വേറെ വഴിയില്ലാത്തത് കൊണ്ട് നിങ്ങൾക്കും കൂടെ പ്രശ്നം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ച് പോയ ആളാണ് കേട്ടോ. ഇപ്പോഴത്തെ ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പോഴത്തെ ഫീലിങ്സ് ഈ പേഴ്സൺ ശരിക്കുള്ള നിങ്ങളോടുള്ള ഫീലിങ്സ് ഇതാണ്. നിങ്ങളെ വിവാഹം കഴിക്കണമെന്ന് തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചിരുന്നത്. ഇവിടെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, രണ്ടാമത്തെ ഒരു ഇത് വരുന്നത്, ഇവിടെ ഒരു 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 സഭ കെട്ടിപ്പടുക്കണം എന്നൊരു റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാളാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഫീലിംഗ് എന്ന് വെച്ചാൽ, ഇവിടെ ഒന്ന് കാലിടറി രണ്ട് തരത്തിലെടുക്കാം. ഒന്ന്, നിങ്ങൾ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാൾ. രണ്ടാമത്തത് എനിക്ക് കാണുന്നത്, കാരണം ഇവിടെ ഒരു റിലീജിയസ് പേഴ്സൺ ആയതുകൊണ്ട് ഇവിടെ ഒരു സഭ കെട്ടിപ്പടുക്കണം, അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ്, എന്തെങ്കിലും ഒരു കാര്യം ദൈവികമായ ആൾക്കാരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടാകണം, മീൻസ് ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയെടുക്കണമെന്ന ഒരു ഉദ്ദേശത്തിലായിരിക്കും നിങ്ങളുടെ സൈഡിലേക്ക് വന്നത് ആ പേഴ്സൺ. അപ്പോൾ പക്ഷേ അപ്പോൾ ഒന്ന് കാലിടറിയതാണ്. പക്ഷെ അത് തിരിച്ചറിവായി. അപ്പോൾ തിരിച്ച് ആ പേഴ്സണിൻ്റെ എന്താണോ ആ പേഴ്സണിൻ്റെ ലൈഫിൻ്റെ പേർപ്പസ്, അതിലേക്ക് തിരിച്ചു പോയൊരു എനർജിയാണത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങളോട് ഇൻവെസ്റ്റഡ് ആയിരുന്നു ആ സമയം. അതുപോലെ തന്നെ ഈ പേഴ്സണിൻ്റെ ദൈവിക കാര്യത്തിൽ ഈ പേഴ്സൺ ഇൻവെസ്റ്റഡ് ആണ്. വളരെ പ്രൊട്ടക്റ്റീവും കെയറിങ്ങുമായ എനർജിയുള്ള ഒരു ആളാണിത്. നിങ്ങളോട് ഭയങ്കര സ്നേഹമായിരുന്നു. പക്ഷേ ആ പേഴ്സണിൻ്റെ പാത ഇതല്ല. മനസ്സിലായോ? അപ്പോൾ ഒരു വിക്ടറി, ഒരു പ്ലാനിങ് വിക്ടറി, വിവാഹമല്ല ഈ പേഴ്സണിൻ്റെ ഒരു പേർപ്പസ്, ലൈഫ് പേർപ്പസ് എന്ന് അറിഞ്ഞിട്ട് പേഴ്സൺ ഇറങ്ങി പോവുകയാണ് ചെയ്തത് കേട്ടോ. മറ്റുള്ളവരും പ്രേരിപ്പിച്ചു എന്നുള്ള വേറെ കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ മാരേജ് കാർഡ്, ലോങ് ടേം പ്ലാൻ കാർഡ് റിവേഴ്സ് വന്നേക്കുന്നത്. അപ്പോൾ ഈ പേഴ്സണ് പോകേണ്ടി വന്നു, തിരിച്ചറിവായി, ഇടയ്ക്കൊന്ന് കാലിടറിയത, ഇടയ്ക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കല്യാണം കഴിക്കണമെന്ന്, അതിൽ സ്റ്റക്കായിരുന്നു. പക്ഷേ ആ പേഴ്സണ് തിരിച്ചറിവായപ്പോൾ ആ പേഴ്സൻ്റെ ജീവിതം, എൻ്റെ പാത ഇതല്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ പേഴ്സൺ തിരിച്ച് എവിടെയാണോ എത്തേണ്ടത് അവങ്ങോട്ട് തിരിച്ചു പോവുകയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. അത് നിങ്ങളോടുള്ള വൈരാഗ്യമോ നിങ്ങളെ ചതിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല. ആ പേഴ്സൺ ഇടയ്ക്കൊന്ന് കാലറിയപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്ന് കയറിയിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഈ പേഴ്സൻ്റെ ശരിയായ വഴി എന്നാണ് ഈ പേഴ്സൻ്റെ വിശ്വാസം. ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ ചെന്ന് കയറാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത് പോയ സിറ്റുവേഷനാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു ഗൈഡൻസ് ആണ് നോക്കുന്നത്. ഈ പേഴ്സണൽ നെക്സ്റ്റ് ആക്ഷൻ നോക്കുന്നില്ല. നെക്സ്റ്റ് ആക്ഷനിൽ നിങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല. അപ്പോൾ നമ്മൾ റീഡിങ് എടുത്തിട്ട് കാര്യമില്ല. നിങ്ങൾക്കുള്ള ഗൈഡൻസ്, ഇതിൽ നിന്ന് നിങ്ങൾ എങ്ങനെ കരകയറാം, ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഭഗവാന്, നിങ്ങൾ ഇതിൽ നിന്ന് എങ്ങനെ കരകയറാം. നിങ്ങൾക്ക് ഭയങ്കര മാനസിക വിഷമമാണ്, നിങ്ങൾ ചിലപ്പോൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. കണ്ടോ, ഒരു സ്റ്റാൻഡ് എടുക്കില്ല ഈ പേഴ്സൺ. നിങ്ങൾ റിജക്റ്റ് ചെയ്തു, നിങ്ങളെ റിജക്റ്റ് ചെയ്തു. ഈ കാർഡ് ഞാൻ ഷഫിൾ ചെയ്തപ്പോൾ വന്ന കാർഡാണ്, റിജക്റ്റ് ചെയ്തുകൊണ്ട്. ഇപ്പോൾ നിങ്ങളെ കുറിച്ചിട്ടുള്ള ഇങ്ങനെയുള്ള ചിന്തകളൊന്നും ഈ പേഴ്സൺ ഇല്ല കേട്ടോ. അപ്പം ഇത് നിങ്ങളോട് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ്. ഇവിടെ ഒരു ആക്ഷൻ എടുക്കില്ല ഈ പേഴ്സൺ. നിങ്ങളെ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞു ഈ പേഴ്സൺ. ഒട്ടും പാഷനറ്റ് അല്ല. തിരിച്ച് ദൈവികമായ ആ സൈഡിലേക്ക് ഈ പേഴ്സൺ പോയി കഴിഞ്ഞു. ഇത് നിങ്ങൾക്കുള്ള ഒരു എന്താ പറയുക, ദൈവമായിട്ട് നിങ്ങൾക്കൊരു ഗൈഡൻസ് തരികയാണ്. ഇനി ഇതിൽ പിടിച്ച് തൂങ്ങിയിട്ട് കാര്യമില്ല. അതാണ് ഇവിടെ കാണിച്ചത്. നിങ്ങളുടെ നാഥനായിട്ട് കണ്ട ഒരാളാണിത്. മനസ്സിലായോ? അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടായേനെ. അത് തുടക്കത്തിലായതുകൊണ്ടായിരിക്കും നിങ്ങൾ അറിയാതിരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ പേഴ്സൺ പോയതാണ്. ഈ കിങ് ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് വരുമ്പോൾ ഒട്ടും സ്റ്റാൻഡ് എടുക്കാത്ത ഒരാളെന്ന് വെച്ചാൽ ഒരു വഴിയില്ല. മനസ്സിലായി? നമ്മൾ ശരിയായ കാര്യം തിരിച്ചറിഞ്ഞ് ചിലപ്പോൾ നമ്മൾക്ക് ഒന്ന് നിസ്സഹായമായിട്ട് നോക്കി നിൽക്കേണ്ട സിറ്റുവേഷൻ വരും. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ എത്തിപ്പെട്ടത്. അതുകൊണ്ടാണ് നിങ്ങളെ റിജക്റ്റ് ചെയ്തത്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻ റിജക്റ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇപ്പോൾ പാഷനൊന്നുമില്ല, ഭൗതിക കാര്യങ്ങളുടെ ചിന്തയൊന്നുമില്ല. ഈ പേഴ്സൺ തിരിച്ച് അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഗൈഡൻസ്. നിങ്ങൾ കാത്തിരുന്നിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങളുടെ ഗൈഡൻസ്.
ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊന്നും പോയി പെടാതിരിക്കുക പ്ലീസ്. ഇവിടെ നിങ്ങൾ എപ്പോഴും ഒരു ഗിൽറ്റ് നമ്മുടെ മനസ്സിലുണ്ടാവും, മനസ്സിലാണോ? ഇത് സക്സസ്ഫുൾ ആയാലും ഗിൽറ്റ് ആവും, സക്സസ്ഫുൾ ആയില്ലെങ്കിൽ അതൊരു ഭയങ്കര മനോവിഷമമാവും. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ചെന്ന് കയറാതിരിക്കുക, അവരുടെ വഴിക്ക് വിടുക, മനസ്സിലായോ? നമ്മൾ ദൈവത്തിനോട് നമുക്ക് ഇങ്ങനത്തെ ഒരു അട്രാക്ഷൻ പറ്റില്ലല്ലോ, പിന്നെ ദൈവദാസന്മാരോടും ദാസിമാരോടും നമുക്ക് എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നത്? കാരണം നമ്മളവരെ മനുഷ്യരായിട്ട് കാണുന്നു, അതുകൊണ്ടാണ് അവരെ മനുഷ്യരായിട്ട് കാണുന്നത്. അവർ ദൈവദാസനോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദാസിമാരോ ആണ്. അവരുടെ ഉദ്ദേശം എന്താണ്? ജീവിത ലക്ഷ്യം അവരത് തീരുമാനിച്ചെടുത്ത കാര്യമാണ്. അപ്പോൾ മറ്റുള്ളവർ അവരെ ടെംപ്റ്റ് ചെയ്ത് വഴി തെറ്റിക്കരുത്. അതിങ്ങനെ ഒരു സിറ്റുവേഷനോട് അപ്പോൾ നിങ്ങൾ പറയും ഞങ്ങളല്ല ചെന്നത്, അങ്ങോട്ട് വന്നോ എന്ന് പറയും. എന്തായാലും നമ്മൾ ബോധമുള്ള മനുഷ്യരാണ്. അപ്പോൾ നമ്മൾ സ്വബോധത്തോടെ പെരുമാറുക. ഏരീസ് ലിയോ സാജിറ്റേറിയസ്, ക്യാൻസർ പൈസസ് സ്കോർപിയോ, അക്വേറിയസ് ലിബ്ര ജെമിനി. Aries, Leo, Sagittarius, Taurus, Virgo, Capricorn, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Pisces, Cancer, Pisces, Scorpio, Aquarius, Libra, Gemini, Taurus, Virgo, Capricorn. പിന്നെ Aries, Leo, Sagittarius, Aries, Leo, Sagittarius, Virgo, Pisces, Scorpio. ഇത്രയും സോഡിയാക് സൈൻസ് ആണ് ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ജപമാല സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ്. ഞാൻ ഇത് നിർത്തുകയാണ്. മൂന്നാമത്തെ ഫൈനൽ റീഡിംഗ് ആണ്. മൂന്നാമത്തെ ജപമാല സെലക്ട് ചെയ്ത ആളുകളുടെ റീഡിംഗ് ആണിത്. നിങ്ങൾക്കുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇവിടെ രണ്ട് കാർഡാണ് കിട്ടിയത്. സീസ് ദ മൊമെൻറ്റ്, എക്സിക്യൂട്ട് യുവർ പ്ലാൻസ് ഫോർ സക്സസ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കുറേ കാര്യങ്ങൾ മനസ്സിലുണ്ട്, ആ കാര്യങ്ങൾ അതിന് സമയമായിട്ടില്ല ഒരു ടെൻഷൻ കൊണ്ട് പോസ്റ്റ്പോൺ ചെയ്ത് ചെയ്യുന്ന കാര്യമാണെങ്കിൽ ഇപ്പോഴാണ് റൈറ്റ് മൊമെൻറ്റ്. ഇപ്പോൾ നിങ്ങളിത് പ്രാവർത്തികമാക്കാം എന്നാണ് പറയുന്നത്. ഗുഡ് ഫോർച്യൂൺ, രണ്ടും പോസിറ്റീവ് കാർഡ്സാണ്. ഒരു ഗുഡ് ഫോർച്യൂൺ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം തുടങ്ങുക അല്ലെങ്കിൽ പ്രാവർത്തികമാക്കുക. രണ്ടും നല്ല കാർഡ്സാണ്. അപ്പോൾ ഈ ജിപ്സി ഓറക്കിൾ മെസ്സേജ് എന്താണ് നിങ്ങൾക്ക് വരുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. കോൺവെർസേഷൻ എന്ന് പറഞ്ഞൊരു സംസാരം, കുറേ ആൾക്കാർ കൂടിയിരുന്ന് സംസാരിക്കും. അപ്പം നിങ്ങളൊരു മറ്റുള്ളവരുടെ ഗോസിപ്പിന് പാത്രമാകാൻ വഴിയുണ്ട്, മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വഴിയുണ്ട്. അത് പോസിറ്റീവ് ആവാനാണ് വഴി. കാരണം നിങ്ങൾ ഒരു ഗുഡ് ഫോർച്യൂൺ അല്ലെങ്കിൽ എന്തോ ഒരു നല്ല കാര്യം ചെയ്യാൻ പോകുന്നുണ്ട്, ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരുടെ ചർച്ചയ്ക്ക് പാത്രമാകാൻ പോവുകയാണ് കേട്ടോ. രുദ്രാക്ഷമായതുകൊണ്ടായിരിക്കാം ക്ലെൻസിങ്. ഓക്കെ, എന്തായാലും നിങ്ങൾ ലൈഫിലുണ്ടായിരുന്ന ആൾ എന്തുകൊണ്ടാണ് റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെച്ചത് നമുക്ക് നോക്കാം. നിങ്ങളുമായി റിലേഷൻഷിപ്പിലുണ്ടായിരുന്ന ആൾ എന്തുകൊണ്ടാണ് റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെച്ചത്? നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലുണ്ടായിരുന്ന ആൾ എന്തുകൊണ്ടാണ് റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെച്ചത്? ഈ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വയ്ക്കുക എന്ന് പറയുമ്പോൾ അബാൻഡൻ ചെയ്ത് പോവുക, പറയാതെ പോവുക എന്നൊക്കെയാണ്. അവർ പറയാതെ പോകുന്നവർ ചില സമയത്ത് തിരിച്ച് വരാറുണ്ട് സിറ്റുവേഷൻ അനുസരിച്ചിട്ട്. ചിലപ്പോൾ ഒരു ബ്രേക്ക് എടുക്കുന്ന അങ്ങനത്തെ സിറ്റുവേഷനും ആകാം. ഏതായാലും നമുക്ക് റീഡിങ് എടുത്ത് നോക്കാം. ഇത് എല്ലാം കൂടെ എടുക്കാൻ പറ്റില്ല. യൂണിവേഴ്സ് എന്തൊരു പണിയാണ് കാണിക്കുന്നത്. ഇതെല്ലാം കൂടെ ഞാൻ എങ്ങനെ റീഡിങ് എടുക്കാം?
ഒരു ഷഫിളും കൂടി ചെയ്യേണ്ടതായിരിക്കും. ഓക്കെ, ചെയ്തേക്കാം, പറഞ്ഞതല്ലേ. ഫിനാൻഷ്യലി സക്സസ്ഫുൾ ആകണമെന്നുള്ളവർ റിലേഷൻഷിപ്പിൽ സക്സസ്ഫുൾ ആകണമെന്നില്ല കേട്ടോ. എല്ലാം കൂടെ പെർഫെക്റ്റ് ആയിട്ട് വരുന്നത് വളരെ ദുർലഭമാണ് അങ്ങനത്തെ സിറ്റുവേഷൻ. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ ആണോ എന്ന് അറിയില്ല, നോക്കട്ടെ കേട്ടോ. എന്തുകൊണ്ടാണ് ഇതിന് റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെച്ചത്? വിവാഹം കഴിക്കാനുള്ള പോസിബിലിറ്റി ഇല്ല ഇവിടെ. ഹെയറോഫാൻ റിവേഴ്സ് ആണ്. ഹെയറോഫാൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വിവാഹം ലോങ് ടേം പ്ലാനാണ്. റിവേഴ്സ് വന്നാൽ ഇവിടെ വിവാഹം കഴിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ലായിരുന്നു. എന്തുകൊണ്ടാണ് അതൊന്ന് ക്ലാരിഫൈ ചെയ്യട്ടോ. എന്തുകൊണ്ടാണ് ഇവർക്ക് ഇവിടെ റിലേഷൻഷിപ്പ് വിവാഹത്തിലെത്തില്ല അല്ലെങ്കിൽ ലോങ് ടേം പറ്റില്ല എന്നൊരു ചിന്ത വന്നത് എന്തുകൊണ്ടാണ്? 2 of Wands. ഓക്കെ, ഇവരുടെ പ്ലാൻ, ഇവർ കുറേ പ്ലാൻസ് ഉള്ള ആളുകളാണ്. ഫ്യൂച്ചറിനെ കുറിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പക്ഷേ ഇവിടെ ഒരു ഡിഫെൻസീവ്, അവർ നിങ്ങളിൽ നിന്ന് ഈ പ്ലാനുകൾ മറച്ചു വെക്കുകയാണ് ചെയ്തത്. നിങ്ങളോട് പറഞ്ഞില്ല, അവർക്ക് കുറേ പ്ലാനുകളുണ്ട് ജീവിതത്തിൽ. അപ്പോൾ ചിലപ്പോൾ ഇവർ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കാത്തവരായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ പ്ലാൻ അനുസരിച്ചിട്ടുള്ള ഒരാളെ വിവാഹം കഴിക്കാനായിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ പ്ലാൻ എന്ന് വെച്ചാൽ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ 7 of Wands എന്ന് പറയുമ്പോൾ 7 of Wands ഒരു ഡിഫെൻസീവ് എനർജിയാണ്. നമ്മളെ തന്നെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ റിലേഷൻഷിപ്പിൽ കയറി സീരിയസ് ആവാഞ്ഞത്. കാരണം അവർ ഉദ്ദേശിക്കുന്ന ഗോളിലേക്ക് എത്തണമെങ്കിൽ അവിടെ അവരുടെ ലൈഫിൽ വേറെ ഒരു എനർജി പാടില്ല. അപ്പോൾ അവരുടെ എനർജി, അവരുടെ ഗോളിൻ്റെ ആ എംബിഷൻ ഡിസ്ട്രാക്റ്റഡ് ആവും, അവരുടെ എയിം. അപ്പോൾ ആ എയിമിലേക്ക് എത്താനായിട്ട് ഇവർ ഒറ്റയ്ക്ക് യാത്ര ചെയ്യണം എന്നാണ്. അതുകൊണ്ടാണ് ഇവർ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ചത്. കാരണം അവർക്ക് എവിടേക്കോ എത്തിച്ചേരാനുണ്ട്. അപ്പോൾ അവിടെ എത്തണമെങ്കിൽ ഒരു ആളും കൂടെ അതിനകത്ത് കയറിക്കഴിഞ്ഞാൽ അവർക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല. അതുകൊണ്ടാണ് അവർ വേണ്ടാന്ന് വെച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കുറ്റമൊന്നുമല്ല. ചിലപ്പോൾ നമുക്ക് തോന്നും നമ്മളെന്ത് ചെയ്ത് തെറ്റാണോ ചെയ്യുന്നത് എന്നൊരു സംശയം വരും. നിങ്ങൾക്ക് നല്ല സമയം വരുന്നുണ്ട്. ഇത് നോക്കാം നമുക്ക്. ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? 3 കാർഡ് എടുക്കണം എന്ന് വിചാരിച്ച് 3 കാർഡ് വീഴും. പിന്നെയും ഷാറ്റേർഡ് ഡ്രീംസ്. പേഴ്സൺ വിചാരിച്ച കാര്യം നടന്നില്ല, നിങ്ങളെയും കിട്ടിയില്ല. പേഴ്സൺ വിചാരിച്ച കാര്യമൊന്നും നടന്നില്ല. നിങ്ങളോടുള്ള ഫീലിങ്സ് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ പേഴ്സൺ ആ ഡ്രീംസ് വിട്ട് കളഞ്ഞിട്ട് നിങ്ങളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങളിൽ നിന്ന് അകന്നു പോയപ്പോഴാണ് നിങ്ങളായിരുന്നു ഈ പേഴ്സൻ്റെ ഏറ്റവും വലിയ ഡ്രീം എന്ന് ഈ പേഴ്സണ് മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഈ പേഴ്സൺ ഇപ്പോൾ ഡിഫെൻസീവായിട്ട് നിൽക്കുന്നില്ല. ഞാനില്ല, പോകുന്നില്ല, അല്ല ഞാൻ വരുന്നില്ല, എനിക്കിപ്പോൾ തൽക്കാലം കമ്മിറ്റ്മെൻറ്റ് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് മസിൽ പിടിച്ചിരുന്ന ആൾ തിരിച്ച് ആ ഒരു മസിൽ പിടുത്തം വിട്ടുകളയാം. കാരണം ആ പേഴ്സണ് മനസ്സിലായി നിങ്ങളില്ലാണ്ട് പറ്റില്ല എന്ന്. നിങ്ങളാണ് ഈ പേഴ്സൻ്റെ ഏറ്റവും വലിയ എയിം, ഡ്രീം എന്ന് മനസ്സിലായത് നിങ്ങളിൽ നിന്ന് അകന്നു പോയതുകൊണ്ടാണ്. തിരിച്ച് വരുന്നുണ്ട് വിവാഹം കഴിക്കാൻ വേണ്ടി. കാരണം നിങ്ങളെ ചേർത്ത് പിടിച്ചേക്കാണ്. ഏറ്റവും വലിയ ധനം നിങ്ങളാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇനി റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യാനാണ് ഈ പേഴ്സൺ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ മറ്റേ ഡ്രീമൊക്കെ പിന്നെ നമുക്ക് നോക്കാം എന്ന ഒരു സിറ്റുവേഷനിലാണ്. അതിലേക്ക് ഇനി ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ വളരെ സ്ട്രോങ്, ഇപ്പോൾ ഇനി ആക്ഷൻ എടുക്കാൻ പോകുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ. 3 of Cups കാണിക്കുന്ന റീകൺസിലിയേഷൻ. ഈ സിറ്റുവേഷൻ വിട്ട് കളയാൻ ഈ പേഴ്സൺ റെഡിയല്ല. ഈ പേഴ്സൺ നിങ്ങളെ കിട്ടിയേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളോട് ഭയങ്കര സീരിയസ് ആണ്. അത് നിങ്ങളിൽ നിന്ന് അകന്നപ്പോഴാണ് നിങ്ങളോടുള്ള ആ ഒരു അട്രാക്ഷൻ, നിങ്ങളാണ് ധനമെന്ന് മനസ്സിലായത് കേട്ടോ. അപ്പോൾ ഇനി എന്ത് ആക്ഷൻ? ഇവിടെ എനിക്ക് എന്ത് ആക്ഷനാണ് എടുക്കാൻ പോകുന്നത്? കാരണം നിങ്ങളോടുള്ള ആക്ഷനാണ് ഈ പേഴ്സൺ പറയുന്നത്. അപ്പോൾ ഈ പേഴ്സൺ എന്ത് ആക്ഷനാണ് എടുക്കാൻ പോകുന്നത്? ഭഗവാനെ, കാർഡ്സ് പെട്ടെന്ന് വീഴുന്നുണ്ടോ? ഈ പേഴ്സൺ ഒരു സ്റ്റാൻഡ് എടുക്കും കേട്ടോ. അപ്പോൾ ഈ ഇമോഷണൽ ലോസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇത് തിരിച്ചു പിടിക്കാൻ നോക്കും. ഇപ്പോൾ ഇവിടെ 10 of Cups റിവേഴ്സ് വന്നേക്കുന്നുണ്ട്. അതുകൊണ്ട് ഇമോഷണൽ ലോസ്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു പാസ്റ്റ് ഉള്ളതാണ് നിങ്ങൾ തമ്മിൽ. ഇത് തിരിച്ചു പിടിക്കാനാണ് ഈ പേഴ്സൺ നോക്കുന്നത്. ഈ പേഴ്സൺ ഭയങ്കര നൊസ്റ്റാൾജിക്കാണ് നിങ്ങളുടെ കാര്യങ്ങൾ ഓർത്തിട്ട് കേട്ടോ. അപ്പോൾ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് പ്ലാൻ. ആക്ഷൻ എടുക്കാൻ പോകുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ മാരീഡ് ആണോ, നിങ്ങൾ വേറെ ആരെങ്കിലുമായിട്ട് റിലേഷൻഷിപ്പിലാണോ എന്നൊന്നും ഈ പേഴ്സൺ അറിയില്ല. അപ്പോൾ എന്തായാലും സെൽഫ് സഫീഷ്യൻ്റ് ആണ്. ഇപ്പോൾ ആവശ്യത്തിന് ഈ പേഴ്സണ് പണമുണ്ട്. എത്തേണ്ടടുത്ത് എത്തിയിട്ടില്ലായിരിക്കാം, മനസ്സിലായോ? അത് ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവും, അറിയില്ല, അതവിടെ ഞാൻ നോക്കിയിട്ടില്ല. എന്തായാലും നിങ്ങളാണ് ധനമെന്ന് മനസ്സിലാക്കി തിരിച്ചു വരാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ പേഴ്സൺ സെൽഫ് സഫീഷ്യൻ്റ് ആണ്. അപ്പോൾ കൂടുതൽ അതുമല്ല, നിങ്ങളും സെൽഫ് സഫീഷ്യൻ്റ് ആണ്. നിങ്ങളും ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഗുഡ് ഫോർച്യൂണും
നിങ്ങൾ എന്തോ പ്ലാനിങ്ങിലായിരുന്നു, അപ്പോൾ പെട്ടെന്ന് ആ ഇതിലേക്ക് പോകാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ വേണമെങ്കിൽ സംസാരിക്കാം, അതുകൊണ്ട്. അപ്പോൾ ഇതായിരിക്കാം ഒരു ന്യൂ ബിഗിനിങ്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണ് വേണ്ടിയിട്ടുള്ള ഓറക്കൽ മെസ്സേജ് ആയിരിക്കും. കാരണം വെയിറ്റ് ചെയ്യായിരിക്കും നിങ്ങളെ എങ്ങനെ കോൺടാക്ട്. അപ്പോൾ ഇപ്പോൾ ഇതാണ് റൈറ്റ് മൊമെൻറ്റ് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ എന്നാണ് പറയുന്നത്. ആ പേഴ്സൺ കൊളാബറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളായിട്ട് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു സ്റ്റാൻഡ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ പേഴ്സൺ ഒരു ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയിരിക്കും, ഒരു ടവർ മൊമെൻറ്റ്. കാരണം ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയതുകൊണ്ടാണ് ഒരു ടവർ മൊമെൻറ്റ് വന്നത്. ഒരു സ്റ്റാൻഡ് എടുക്കാതിരുന്നത് കൊണ്ടാണ് ഒരു ടവർ മൊമെൻറ്റ് വന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യാത്തത് കൊണ്ടാണ് ഒരു ടവർ മൊമെൻറ്റ് വന്നത്. അപ്പോൾ ഇവിടെ ഈ പേഴ്സൺ ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആണ്. ഒരു കിങ് ഓഫ് കപ്സ് ആണ്. കിങ് ഓഫ് കപ്സ് ഭയങ്കര എന്ന് വെച്ചാൽ വളരെ പ്രാക്ടിക്കൽ ലോജിക്കലായ ഒരാളാണ്. ഇമോഷൻ കൊണ്ടല്ല ചിന്തിക്കുന്നത്, തല കൊണ്ടാണ് ചിന്തിക്കുന്നത്. അപ്പോൾ വേറൊരു കാര്യമുണ്ട് ഇവിടെ, നിങ്ങൾ വളരെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കണം. മനസ്സിലായി? നേരത്തെ തുടങ്ങി നിങ്ങൾ നല്ല ഫാമിലിയിലുള്ള ആളായിരിക്കണം, നിങ്ങൾക്ക് ഇഷ്ടംപോലെ പണം ഉണ്ടായിരിക്കണം. പക്ഷേ ഈ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളുടെ ഒപ്പം എത്താൻ വേണ്ടിയിട്ടായിരിക്കാം ഒറ്റയ്ക്ക് പോരാടാൻ പോയത് നിങ്ങളെ ഉപേക്ഷിച്ചിട്ട്. അപ്പോൾ പിന്നെയാണ് തിരിച്ചറിവുണ്ടായത് നിങ്ങളോട് കൊളാബറേറ്റ് ചെയ്യാലോ. കാരണം നിങ്ങൾ എന്തൊക്കെയോ പരിപാടി പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കൂടെ, അപ്പോൾ നിങ്ങളൊരു ചർച്ചാ വിഷയമാകുമ്പോൾ ഈ പേഴ്സൺ കേൾക്കാനിട വന്നിട്ട് തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ രണ്ടും കൂടെ കൊളാബറേറ്റ് ചെയ്ത് രണ്ടുപേരുടെയും എനർജീസും രണ്ടുപേരുടെ ഐഡിയാസും വെച്ചിട്ട് വലിയൊരു പ്രോജക്റ്റിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റും. അതും വേറൊരു ഇതാണ്. അപ്പോൾ ഇമോഷണലി അല്ലാണ്ട് ഈ പേഴ്സൺ ആലോചിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ടവർ മൊമെന്റ് ഉണ്ടാവുമെന്ന് പേടിയുണ്ട്. കാരണം നിങ്ങൾ നല്ല നിലയിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാം പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചിട്ടാണ് ഈ പേഴ്സൺ എല്ലാ വരായികളും എല്ലാം ആലോചിച്ചിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഒരു ലവ് ഓഫറായിട്ടല്ല വരുന്നത്. മനസ്സിലായോ? ഇത് റിക്കവർ ചെയ്യണം. കിങ് ഓഫ് കപ്സ് ആണ്, കിങ് ഓഫ് സ്വേർഡ്സ് ആണ് പിന്നെയും കാണിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളോട് അത്ര സ്നേഹം അങ്ങനെ ഇതായിട്ട് ഭയങ്കര ഇമോഷണലായിട്ട് പെരുമാറില്ല, വളരെ പ്രാക്ടിക്കലായിട്ടേ പെരുമാറുള്ളൂ. കാരണം ഇവിടെ ഒരു പ്രോജക്റ്റും കൂടെ, ആ പേഴ്സണിൻ്റെ ഒരു ബിസിനസ് ഡീലും കൂടെ ഇവിടെ ഒരു വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ രണ്ടുപേരും ഒരേ മെൻറ്റാലിറ്റിയുള്ള രണ്ടുപേരാണ്. രണ്ടുപേരും വർക്കഹോളിക്സ് ആണ്, രണ്ടുപേരും കരിയർ ഓറിയൻറ്റഡ് ആണ്. അതിനിടയിൽ ഒരു റിലേഷൻഷിപ്പ് വന്നതാണ്. ചിലപ്പോൾ നിങ്ങളുടെ കരിയർ ആയിരിക്കാം നിങ്ങളെ ബന്ധിപ്പിച്ചത്. പിന്നെ ഒരാൾക്ക് ഒറ്റയ്ക്ക് പോയി പടവെട്ടണം തോന്നിയപ്പോൾ ആ പേഴ്സൺ ഇറങ്ങിപ്പോയെങ്കിലും നിങ്ങളുടെ സൈഡിൽ ഈ കാര്യം വിട്ടു നിന്ന്, ഒരു സൈഡിൽ നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിലും നിങ്ങളുടെ ഫ്യൂച്ചർ അബണ്ടൻസിന് വേണ്ടി പ്രയത്നിച്ചു, നിങ്ങളൊരു ലെവലിലെത്തി. അപ്പോൾ നിങ്ങൾ പുതിയ പ്രോജക്റ്റിലേക്ക് കയറാൻ പോകുന്നുണ്ട്. അപ്പോഴാണ് നിങ്ങളുടെ വില ഈ പേഴ്സണ് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ ലൈഫിലുണ്ടെങ്കിൽ അത് ബെനിഫിറ്റ് ആവും ഈ പേഴ്സണ് എന്നൊരു വിചാരം കൂടി ഈ പേഴ്സൺ ഉണ്ട്. അപ്പോൾ ബിസിനസ് കം ലവ് ആണ് ഇവിടെ വരുന്നത് കേട്ടോ. നല്ലൊരു കാര്യമാണ്. നിങ്ങൾ ഇമോഷണലി സ്റ്റേബിൾ ആണ്, അൺകണ്ടീഷണൽ ലവ് ആണ്. നിങ്ങൾ ഈ പേഴ്സൻ്റെ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല ഈ പേഴ്സൻ്റെ പുറകെ പോകുന്നത്. അത് ഈ പേഴ്സൺ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ പേഴ്സൺ തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. ഇതാണ് പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ. നിങ്ങൾക്ക് ലവ് ഓഫറായിട്ടല്ല വരിക, ഒരു പ്രൊഫഷണൽ സൈഡിൽ കൂടിയാണ് ഈ പേഴ്സൺ വരാൻ പോകുക നിങ്ങളുടെ ലൈഫിലേക്ക്. പക്ഷേ ഇൻറ്റൻഷൻ നിങ്ങളെ വിവാഹം കഴിക്കണം, ഇതൊരു കൊളാബറേഷനിലേക്ക് പോകണം എന്ന് തന്നെയാണ് ഉദ്ദേശം കേട്ടോ. ഫൈനൽ റീഡിങ് അടിപൊളി. അപ്പോൾ ഇവിടെ തിരിച്ചു വരുന്നുണ്ട്, നല്ലതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഓറക്കൽ മെസ്സേജ് തൊട്ട് നിങ്ങളുടെ റീഡിങ് ബെസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഫൈനൽ റീഡിങ് ആണ്, ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇനി വേറൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ദൈവം തരട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ.